ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് നവരാത്രിയിൽ നാം ഭജിക്കുന്നത്. ഇതിൽ 6ാമത്തേതാണ് കാർത്യായനീ ദേവി. ആദിപരാശക്തിയുടെ അവതാരങ്ങളിൽ 6ാമത്തെ ഭാവമാണ് കാർത്യായനീ ദേവി. മഹിഷാസുരനെ വധിക്കുന്നതിനായി ദേവന്മാരുടെ കോപത്തിൽ നിന്നാണ് ദേവി അവതാരമെടുത്തത് എന്നാണ് വിശ്വാസം. 4 കൈകളും ഖഡ്ഗവും പത്മവും കൈകളിൽ ധരിച്ച് നിൽക്കുന്ന രൂപത്തിലാണ് ദേവിയുള്ളത്. നവരാത്രിയുടെ 6ാം നാളിലാണ് കാർത്യായനീ ദേവിയെ ആരാധിക്കുന്നത്. ഈ ദിനം ആരാധിക്കുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ദേവിക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും നടത്തുകയും കാണിക്ക സമർപ്പിക്കുകയും ചെയ്യാറുണ്ട്. ചുവപ്പ്, വെളുപ്പ് എന്നീ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നാണ് വിശ്വാസം. ദേവിയെ എങ്ങനെ ആരാധിക്കണം, എന്താണ് പ്രത്യേകത എന്നെല്ലാം നമുക്ക് നോക്കാം. കാർത്യായനീ ദേവിയെ നവരാത്രിയുടെ 6ാം ദിനത്തിൽ ഭജിക്കുന്നതിലൂടെ ജീവിതത്തിൽ മോക്ഷം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. 6ാം ദിവസം ആരംഭിക്കുന്ന കാർത്യായനീ പൂജയിലൂടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറുകയും ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് സാധിക്കുകയും ചെയ്യുന്നു എന്നാണ് വിശ്വാസം. വിശുദ്ധിയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമാണ് ഈ ദിനത്തിൽ സംഭവിക്കുന്നത്. അറിവില്ലായ്മയ്ക്ക് മേൽ ജ്ഞാനം നേടുന്ന വിജയമാണ് ഈ 6ാം ദിനത്തിൽ സംഭവിക്കുന്നത്. 6ാം ദിവസം നവരാത്രി പൂജയിൽ ഈ ദിനത്തിന്റെ പ്രത്യേകത തന്നെയാണ് നാം ഓരോരുത്തർക്കും ദർശിക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല 6ാം ദിനം പൂജ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് കന്യകമാർ തന്നെയാണ്. 6ാം ദിനത്തിലെ പൂജ വളരെയധികം ഗുണങ്ങൾ കന്യകമാർക്ക് നൽകുന്നുണ്ട്. കാർത്യായനീ വ്രതം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് ഇഷ്ടപതിയെ ലഭിക്കുന്നതിന് അനുഗ്രഹം നൽകുന്നു എന്നാണ് വിശ്വാസം. ഐതിഹ്യം ഇങ്ങനെ: കഥൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ എന്ന മുനികുമാരൻ. എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനി ദുർഗാദേവിയെ മകളായി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയുണ്ടായി. അതിനുവേണ്ടി ഇദ്ദേഹം കഠിന തപസ്സിൽ ഏർപ്പെടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ദേനി പ്രത്യക്ഷപ്പെടുകയും കഥന്റെ മകളായി താൻ ജനിക്കുമെന്ന് വരം നൽകുകയും ചെയ്തു. അങ്ങനെ കഥന്റെ മകളായി ദേവി കാർത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു. കാർത്യായനീ ഭാവത്തിൽ ആണ് ദേവി ശ്രീ പാർവതി മഹിഷാസുരനെ വധിച്ചത്. മഹിഷാസുരനെ വധിക്കുന്ന സമയത്ത് ലക്ഷ്മി, സരസ്വതി എന്നീ ദേവിമാർ കാർത്യായനീ ദേവിയിൽ ലയിച്ചു എന്നാണ് വിശ്വാസം. ഇങ്ങനെയാണ് ആദിപരാശക്തിയായി മഹിഷാസുര മർദ്ദിനിയായി മാറിയത്. നവരാത്രിയിൽ പാർവതിയുടെ കാർത്യായനീ ഭാവമാണ് 6ാം ദിവസം ആരാധിക്കുന്നത്. ത്രിനേത്രയും ചതുർഭുജയുമാണ് ദേവിയുടെ ഭാവം. ദേവി ശിരസിൽ ചന്ദ്രക്കലയോടുകൂടിയും വലതുകൈയിൽ അഭയമുദ്രയും വരമുദ്രയും ധരിച്ചിട്ടുള്ളവളും ആണ്. ഇടതുകൈകളിൽ വാളും താമരപ്പൂവും പിടിച്ചാണ് കാർത്യായനീ ദേവി കുടികൊള്ളുന്നത്. ചുവന്ന പൂക്കളോടെയാണ് ദേവിയെ ആരാധിക്കേണ്ടത്. ഈ ദിനത്തിൽ ദേവിയെ ആരാധിച്ചാൽ ധനധാന്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാവുമെന്നാണ് വിശ്വാസം. ഈ ദിനത്തിൽ ദേവിയെ ആരാധിക്കുമ്പോൾ കാർത്യായനീ വ്രതം എടുക്കുന്നത് നല്ലതാണ്. അഹന്തയുടെ പ്രതിരൂപമായ മഹിഷാസുരനെ നിഗ്രഹിച്ച ദേവി ഭാവത്തിലാണ് ദേവി കുടികൊള്ളുന്നത്. വിശുദ്ധിയിലേക്ക് പ്രയാണം ചെയ്യുന്നവൾ എന്നാണ് കാർത്യായനീ ദേവിയെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നവരും വിശുദ്ധിയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഈ ദിനത്തിൽ വ്രതമെടുക്കുമ്പോൾ എരിവ്, പുളി, ഉപ്പ് എന്നിവ കുറയ്ക്കണമെന്നും മത്സ്യ മാംസാദികൾ ഉപയോഗിക്കരുത് എന്നുമാണ് വിശ്വാസം. കുളിച്ച് മനഃശുദ്ധിയോടെ വേണം ഈ ദിനം വ്രതമെടുക്കുന്നതിന്. ഒരു കാരണവശാലും ദുഷിച്ച മനസ്സോടെ വ്രതാനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടരുത്. കാർത്യായനീ ദേവി മന്ത്രം: ചന്ദ്രഹാസോജ്വലകരാ ശാരദൂലവരവാഹനാ കാർത്യായനീ ശുഭം ദധ്യാ ദേവി ദാനവഘാതിനി. ചന്ദ്രഹാസോജ്വലകരാ ശാരദൂലവരവാഹനാ കാർത്യായനീ ശുഭം ദധ്യാ